എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നേ. അപ്പത്തേണ്ടേ നമ്മളിന്നും അടുക്കളയിൽ നിന്നാണ് രാവിലെ പരിപാടികൾ തുടങ്ങുന്നത്. അപ്പം ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് കാണാം. അതുപോലെ തന്നെ ഇന്ന് ഞാൻ ലഞ്ചിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്നും കൂടെ കാണാം. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതേപോലെ ഇന്നും വെളുപ്പിനെ 4 മണിയായപ്പോൾ തന്നെ എഴുന്നേറ്റ്, എന്നും 4 മണിയാകുമ്പോൾ എഴുന്നേറ്റെങ്കിൽ 6:30 ആകുമ്പോൾ അവർക്ക് ചോറ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളല്ലോ. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കഞ്ഞിക്കൊക്കെ വെള്ളം ഇട്ട് കഞ്ഞി തിളയ്ക്കാറായപ്പോഴത്തേണ്ട അരി കഴുകിയെടുക്കുവാണ്. അപ്പം മട്ടേരി ആയതുകൊണ്ട് അത് നന്നായിട്ട് കഴുകിയെടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ തവിടും ഒന്നും പോകത്തില്ലല്ലോ. അതുകൊണ്ട് 5-6 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ കട്ടൻ എടുത്ത് വെക്കണം. എനിക്ക് കട്ടൻ എല്ലാവർക്കും ഇവിടെ രാവിലെ വേണം. അത് കാരണം കട്ടൻ കാപ്പി എടുക്കുന്നുണ്ട്. കാപ്പിപ്പൊടി ഇട്ട കട്ടൻ കാപ്പി എടുക്കണം. അത് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കിടക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് അരി ഒന്നിടാം. അരിയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം കട്ടനും എടുത്ത് വെച്ചു. കട്ടനുള്ള വെള്ളം ഞാൻ വേറെ കപ്പിനകത്ത് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ എടുത്തിട്ട് ഇനി കറി എന്നാണെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നു കുറേ സമയത്തിന് ശേഷം ഒരു ഡിസിഷൻ എടുത്ത് നമുക്ക് ഇന്ന് ഉള്ളിത്തീയൽ വെക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളുകളായി ഉള്ളിത്തീയൽ കൂട്ടിയിട്ട്. അപ്പം ഇവിടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ്. രാഹുലിനും തീയലുകളൊക്കെ ഇഷ്ടമാണ്, അല്ലാത്തൊക്കെയാണ് അവന് ഇച്ചിരി ബുദ്ധിമുട്ട് കൂട്ടാനായിട്ട്. അപ്പോൾ ഉള്ളിത്തീയൽ വെക്കാനായിട്ട് ഞാൻ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഉള്ളിത്തീയൽ വെക്കാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, വേറെ ഒന്നും ഇട്ടില്ല. പിന്നെ തേങ്ങ വറുത്തപ്പോൾ നമ്മൾ കറിവേപ്പിലയും കൊച്ചുള്ളി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. അത് മൂത്ത് വന്ന സമയത്താണ് നമ്മളിത് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ഇളക്കിയെടുത്ത് ഒന്ന് ചൂടാക്കി ചെറുതീയിൽ വെച്ച് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, പൊടികളെല്ലാം കരിഞ്ഞു പോകും. അപ്പോഴത്തേന് ഞാനതൊന്ന് വറുത്തതിന് ശേഷം ചൂടാറിയതിന് കഴിഞ്ഞിട്ടേ നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേന് ഞാനിതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ വറുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉള്ളി പൊളിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കൂടെ ഒരു 2-3 പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞിടുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുള്ളേ. പിന്നെ വാളംപുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുതിരാനായിട്ട് ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുതിർന്ന് കിട്ടുമല്ലോ. അപ്പോഴത്തേന് വേണ്ടേ നമ്മൾ ഉള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഉള്ളി അരിഞ്ഞെടുത്തു. അതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളകാണ്, എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഉള്ളി മതി നമുക്ക് ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്കകത്താണ് നമ്മൾ ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാൻ പോകുന്നത്. അപ്പം ഞാനൊന്ന് അത് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. കാരണം മൂടി വെക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളി നന്നായിട്ട് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ അതേണ്ട ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഉള്ളി വഴന്ന് കിട്ടും. അതുകൊണ്ട് ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കി. എന്നിട്ട് ഒന്നുകൂടെ തേണ്ടത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് കൂടെ നമുക്കൊന്ന് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇച്ചിരിയും കൂടി ഒന്ന് വഴന്ന് വരാനുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളി വെവ്വേറെയായിട്ട് കിടക്കും. നന്നായിട്ടൊന്ന് വെന്ത് ഇതിൻ്റെ കൂടെ അലിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളിക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളേ. അപ്പോഴത്തേന് വേണ്ട ഞാൻ ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാൻ പോവാണ്.
അതിനുശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ തേണ്ട നമ്മുടെ ഉള്ളി ഏകദേശം നന്നായിട്ട് വെന്ത് നല്ല പരുവമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം വെള്ളം തൊടാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. അതിനുശേഷം ആ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി അടിച്ചെടുക്കും. അപ്പോഴത്തേന് ആ മിക്സിയുടെ ജാറിലുള്ള അരപ്പ് മുഴുവൻ പോകുന്നോളും. അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അരപ്പും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചാറ് എത്രയാണ് ആവശ്യം അത്രയും വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഒരു കുറുകിയ പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. ഒത്തിരി ലൂസായിപ്പോയ കൊള്ളത്തില്ല നമ്മുടെ ഉള്ളിത്തീയിൽ. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകിയ രീതി വേണം വരാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. പുളിവെള്ളം ഞാൻ നേരത്തെ ഒഴിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. അത് വിട്ടുപോയതാണ്, ഇതിനകത്തെ വീഡിയോ എടുക്കാൻ മിസ്സായിപ്പോയതാണ്. പുളിവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വേണ്ട നമ്മുടെ കറി ഇപ്പോൾ കറക്റ്റ് ഭാഗമായിട്ട് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കും. പുളിയെല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ച് എടുക്കുവാണ്. അതിൻ്റെ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ ഓഫാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്കുള്ള കടുക് വറുത്തെടുക്കാം. അപ്പം നമ്മൾ കടുകും അതുപോലെ തന്നെ ഉണക്കമുളകും കറിവേപ്പിലയാണ് കടുക് വറുക്കാൻ എടുത്തിരിക്കുന്നത്. അത് കടുക് വറുത്ത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റുള്ള ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നേരത്തെ ഉള്ളിത്തീയലിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതാണേ. അപ്പോൾ നമ്മുടെ ഉള്ളിത്തീയൽ നല്ലതായിട്ട് കുറുകി നല്ല റെഡിയായി വന്നിട്ട് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്കൊരു തോരനൂടെ ഉണ്ടാക്കണം. നമ്മളിപ്പോൾ ക്യാരറ്റ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനകത്ത് ഞാൻ ചോപ്പറിനകത്താണ് എല്ലാം കൂടെ അരിഞ്ഞെടുക്കുന്നത്. രാവിലെ കുത്തിയൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ താമസം വരും. അത് കാരണം വേണ്ട പച്ചമുളകും സവോളയും ആദ്യം ഞാൻ അതിലേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റും കൂടെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാം കൂടെ പെട്ടെന്നൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അതായിരിക്കും എളുപ്പം. അതിനുശേഷം ഞാനിത് കടുക് വറുത്തെടുത്തിട്ടുണ്ട്. കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് പിന്നെ തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ക്യാരറ്റ് തോരൻ ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ ഇവിടെ ക്യാരറ്റ് തോരനും എല്ലാവരും കൂട്ടുന്നതാണ്. പിന്നെ നോൺ വെജ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ചേട്ടനും രാഹുലിനും മുട്ട പൊരിച്ച് കൊടുക്കുന്നുണ്ട്. അത് മതി ചോറിൻ്റെ കൂടെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. പിന്നെ കാപ്പിക്ക് ബ്രെഡും ഉണ്ട്. അതുകൊണ്ട് ബ്രെഡും ചായയാണ് കഴിക്കാനിരിക്കുന്നത്. അപ്പം ചോറും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ലഞ്ചും അതുപോലെ തന്നെ ടിഫിൻ ബോക്സും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ ചെറിയ ചെറിയ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.